തയ്ച്ചതിന് ശേഷം മിച്ചം വന്ന കുറച്ച് വെട്ടുതുണികളാണ് ഇത്. ഈ തുണികൾ കൊണ്ട് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഒരു വസ്തു ഉണ്ടാക്കിയെടുക്കാം. ഈ വെട്ടുതുണികളെല്ലാം ഏകദേശം അടിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു ഷേപ്പിന് വെട്ടിയെടുക്കുകയാണ്. കളറൊന്നും നോക്കുന്നില്ല, എല്ലാ കളർ തുണികളും ഇതിനകത്ത് അതേപടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഡിസൈനൊന്നും നോക്കാതെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം ഈ മെഷീനെ വെച്ച് ഇതുപോലെ അടിച്ചെടുക്കുകയാണ്. ഈ എല്ലാ പീസുകളും ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ അടിച്ചെടുക്കുന്ന പീസിന് പുറംകാണി അടിച്ചു കൊടുക്കണം, എന്നാലാണ് അത് വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം ഇതുപോലെ കുറേ അടിച്ചു ചേർത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കുറേ തുണികൾ അടിച്ചു ചേർത്തപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു ഷേപ്പിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗത്ത് വയ്ക്കാൻ മാത്രമുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. ഇനി അടുത്ത ഭാഗത്ത് വയ്ക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടോ, പല വലിപ്പത്തിലും പല ഷേപ്പിലുമുള്ള തുണികളാണിതെല്ലാം. ഇതെല്ലാം നീളം കുറവാണ്. ഇനി ഇതെല്ലാം അടിച്ച് ചേർത്ത് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് പീസുകൾ, ചെറിയ ചെറിയ കട്ട് പീസുകളാണിത്. കണ്ടോ, ഇതുപോലെ ചേർത്താണ് അടിക്കുന്നത്. ഇത് നീളത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയ കട്ട് പീസുകൾ ഇങ്ങനെ അടിച്ച് ചേർത്ത് നീളത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ വീതിക്കുള്ള തുണികളാണ് ആയിട്ടാണ് ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. പക്ഷേ പല വലുപ്പത്തിലുള്ള ഷേപ്പുകളിലാണ് ഇത് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അടുത്ത വശവും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, രണ്ട് വശങ്ങളും. ഇനി ഈ രണ്ട് പീസുകളും യോജിപ്പിച്ചെടുക്കണം. നല്ല വശങ്ങൾ പുറത്ത് വരുന്ന രീതിയിൽ, രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ പുറത്ത് വരുന്ന രീതിയിലാണ് വെച്ച് 4 വശവും ഇതുപോലെ അടിച്ചെടുക്കണം. വീഡിയോ അവസാനം വരെ കണ്ടാലേ ഇതിൻ്റെ ഭംഗി എന്തെന്ന്, ഉപയോഗം എന്തെന്ന് മനസ്സിലാകുകയുള്ളൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇതിൻ്റെ 4 വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തു കൂടി ഇടയ്ക്ക് ഇതുപോലെ 2 അടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി അതൊന്ന് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഈ ചുവന്ന തുണിയിൽ നിന്ന് ചെറിയ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെട്ടിയെടുത്ത പീസ് ഒരു 2.5 ഇഞ്ച് നീളം കാണുകയുള്ളൂ, വീതിയെ കാണുകയുള്ളൂ. നീളമല്ല, വീതി 2.5 ഇഞ്ച് വീതിയെ കാണുകയുള്ളൂ. അത് ഇതിലേക്ക് വെച്ച് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് ഒരു മൂലയിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ അത് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നോടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡ് തീർത്താണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഡിസൈൻ പോലെയാകും. അങ്ങനെ ഒരു സൈഡിൽ 3 എണ്ണം വെച്ച്, ഒരു മൂലയ്ക്ക് 3 എണ്ണം വെച്ച് നമ്മളതങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പീസ് 2ആയിട്ട് മടക്കി വെച്ചാണ് ഇതെല്ലാം അടിച്ചു പിടിപ്പിക്കുന്നത്. സൈഡിൽ വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കണ്ടോ, ഇത് കണ്ടോ, 2 ലെയർ നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ചു. 4 മൂലയ്ക്കും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രോസായിട്ട് 3 പീസ് വെച്ച് 12 പീസ് മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 12 അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടോ, 2 സൈഡിൽ വെച്ചിരിക്കുന്നതാണ്. അങ്ങേ സൈഡിൽ 2 വെക്കാനുണ്ട്. ബാക്കിയും കൂടെ നമ്മൾ ഇതിലേക്ക് 2 പീസും കൂടെ വെച്ച് ചേർക്കുകയാണ്. അത് ഇതുപോലെ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെഡ് വിരിക്കാൻ സൂപ്പറാണ്. ബെഡ്ഷീറ്റ് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്ന പോലെ ഇത് ചുരുണ്ട് കൂടി വരികയില്ല. അതുപോലെ ഈ സൈഡിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 വശത്തും ഇതുപോലെ പീസ് വെച്ച് കൊടുക്കണം. നമുക്കിഷ്ടമുള്ള വീതിക്ക് വെച്ചെടുക്കാം. ഓവറായിട്ട് 3 ഇഞ്ചോ 2.5 ഇഞ്ചോ നമ്മുടെ ആ സൈഡിൽ എത്രത്തോളം വീതി ആവശ്യമുണ്ടോ അത്രത്തോളം. അങ്ങനെ അടിച്ചു പിടിപ്പിച്ച് പീസ് ഇതുപോലെ ചുരുട്ടി അകത്തേക്ക് മടക്കി വെച്ച് പുറത്തോടെ അടിച്ചു കൊടുക്കാം. ഇത് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ടാണ് ഇതുപോലെ അടിക്കുന്നത്.
ഇങ്ങനെ 4 വശത്തും നമുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ മുഴുവനും അടിച്ചെടുത്തതിന് ശേഷം ഈ സൈഡിൽ കൂടി ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇച്ചിരി ഒരു ബലത്തിന് ഉറപ്പായിട്ട് ഇരിക്കാനത് സഹായിക്കും. അടുത്ത സൈഡിൽ വയ്ക്കാൻ പച്ചത്തുണി ഇല്ലാത്തതുകൊണ്ട് ഒരു കറുത്ത പീസാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അതും ഇതുപോലെ വെച്ച് അടിച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് കോണായിട്ട് മടക്കിയിട്ട് വീണ്ടും കോണായിട്ട് മടക്കിയിട്ട് ഇതുപോലെ മടക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ നമ്മൾ അടിച്ചെടുത്ത ആ ബെഡ്ഷീറ്റിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നോക്കൂ, നമ്മുടെ ഈ ഷീറ്റ് എത്ര മനോഹരമായെന്ന്. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന, ഉപകാരമില്ലാതെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന വെട്ടുതുണികൾ കൊണ്ട് നമുക്ക് അടിപൊളി ബെഡ്ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് 2 ലെയറാണ്. ഇത് ബെഡിലിട്ടാൽ ഇങ്ങനെ ചുരുങ്ങിക്കൂടിയൊന്നും വരികയില്ല, കാണാനും ഭംഗിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഇതുപോലുള്ള ടിപ്സുമായിട്ട് വരുന്നതാണ്. നോക്കൂ എത്ര ഭംഗിയുണ്ടെന്ന്.